ഹായ്, പിങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എന്നൊന്നുമില്ല, നമുക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി. നമുക്ക് കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കുക. അത് ഇവിടെ അമൃതം പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ ഇന്ന് പുട്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി കുറച്ച് പുട്ടുപൊടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് അമൃതം പൊടിയും കൂടി ഇട്ടു. കുറച്ച് അമൃതം പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നമ്മൾ വെള്ളം തളിച്ചിട്ട് കുറച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതിൽ ഓൾറെഡി കുറച്ചൊക്കെ നല്ല മധുരം ഉണ്ടായിരിക്കും. നിങ്ങൾ അമൃതം പൊടി കൊടുക്കുന്ന ആൾക്കാർക്കറിയാം, അതിൽ കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് ഉപ്പും കൂടി വിതറിയ ശേഷം കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ തളിക്കുക. നല്ലവണ്ണം വെള്ളം തളിക്കാൻ പാടില്ല, അപ്പോൾ ഒന്നിച്ച് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. കുറേശ്ശെ നമ്മൾ അതിൻ്റെ പാകം നോക്കി, നമ്മൾ പുട്ടിന് കുഴയ്ക്കുമല്ലോ, മാവ് കുഴയ്ക്കുമല്ലോ, അപ്പം അതുപോലെ നമ്മൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കാവുന്നതുകൊണ്ട് വെള്ളം തളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് തളിച്ചിങ്ങനെ കൊടുക്കണം. എന്നിട്ട് കട്ടയാവാത്ത രീതിയിൽ മെല്ലെ ഇങ്ങനെ അതിനെങ്ങനെ ഒന്ന് പൊടിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നതിൽ തന്നെ പാത്രത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതല്ല ഇനി തേങ്ങ ചിരവാനൊക്കെ മടിയാണ് എന്നുള്ള ആൾക്കാർക്ക് അപ്പോൾ എങ്ങനെ ചെയ്യുക, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ, ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ അങ്ങനെ ഇഡ്ഡലി പോലെ അങ്ങനെ വെച്ചിട്ട്, അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചും കൂടെ നല്ലൊരു തിക്കിൽ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുട്ടിലേക്ക് ഇതങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലും കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെന്ത് വരട്ടെ കേട്ടോ.